ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുനന്ദയുടെ അച്ഛനും എത്തി. സുനന്ദയ്ക്ക് കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം വന്നേക്കണേ. അപ്പോൾ അച്ഛൻ വീട്ടിലേക്ക് വന്ന സന്തോഷത്തിൽ മോൾ ഓടി ചെല്ലുന്നു. ആ സമയം മോളെ കെട്ടിപ്പിടിച്ച് വിശേഷങ്ങളൊക്കെ അച്ഛൻ ചോദിക്കുന്നു. അപ്പോൾ അതേ അമ്മ ഇറങ്ങി വന്ന് അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക. നീ എന്താടി ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിച്ചു. അല്ല ഞാനിങ്ങനെ എന്തായാലും സാധനങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കാൻ പറഞ്ഞു. അപ്പോൾ മോളതെടുത്തപ്പം അയ്യോ ഇതിന് നല്ല കനമുണ്ടല്ലോ വെച്ചാൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് മോള് പറയാട്ടോ. അപ്പോൾ അതെ, നിനക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് കുറേ സാധനങ്ങൾ വെച്ചായിരുന്നു, അതാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്നു. പിന്നെ ലളിതേ, നീ ഇടാറുള്ള സ്പെഷ്യൽ ചായയില്ലേ, ആദ്യം അതൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ കേൾക്കേണ്ടി വേണമെന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. ആളിയൻ എന്തെങ്കിലും കൊണ്ടുവന്ന് കാണുമല്ലോ അല്ലയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം പറഞ്ഞ് രണ്ടുപേരും കൂടി ഇരിക്കുക കേട്ടോ. പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ മോളോട് ചോദിച്ചു. അപ്പം മോള് വിവരങ്ങളെല്ലാം പറഞ്ഞു. പഠിത്തം അപ്പം അതോടുകൂടി കഴിഞ്ഞോ അല്ലേ? അയ്യോ അപ്പോൾ PGക്ക് പോകണ്ടേ അച്ഛാന്ന് ചോദിച്ചു. പോകണോ? വേണം. നമുക്ക് ആലോചിക്കാം എന്ന് അച്ഛൻ മോളോട് പറയണു. സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നപ്പോഴത്തേക്ക് അവിടെ ചായയൊക്കെ ഇട്ട് കൊണ്ടുവന്നു. ഭർത്താവിന് ലളിത ചായയും കൊടുത്തു. അങ്ങനെ അച്ഛൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മോള് തുറന്ന് നോക്കുക. ഭയങ്കര സന്തോഷം. മോൾക്ക് ആഭരണങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിനക്കുള്ള സാധനങ്ങളാണെന്ന് അച്ഛൻ മോളോട് പറയുക കേട്ടോ. സുനന്ദയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ അവരെല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കുവാണ്. അച്ഛൻ എന്താ ഒരു അറിയിപ്പില്ലാതെ പെട്ടെന്നിങ്ങ് പോകുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച സംസാരിച്ചപ്പോൾ അച്ഛൻ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതൊരു പ്രധാന വിഷയം വന്നതുകൊണ്ടാണ് ഉടൻ തന്നെ വന്ന് തീരുമാനിച്ച് ഉറപ്പിക്കാമെന്ന് വെച്ചു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്ത് വിഷയമാണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ കല്യാണം, അല്ലാതെ എനിക്കെന്ത് വിഷയമാണ് പ്രധാനം എന്ന് അച്ഛൻ മോളോട് ചോദിച്ചപ്പോൾ സുനന്ദയുടെ ഭാവം അങ്ങ് മാറി. അപ്പോൾ ഇവർ മൂന്നുപേരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക. പയ്യൻ എങ്ങനെയുണ്ട്? കൂടുതലൊന്നും ചോദിക്കാൻ പറ്റിയില്ല എന്നൊക്കെ അമ്മ പറയുക. അന്നേരം നല്ല തങ്കം പോലുള്ളൊരു ചെറുക്കനാണെന്നും പിന്നെ എൻ്റെ കമ്പനിയിലെ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. കൊട്ടാരക്കരയിലാണ് അവൻ്റെ വീട്. അപ്പോഴത്തേക്ക് സുനന്ദയുടെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ. സംസാരത്തിനിടയിലാണ് വീട്ടിൽ അവന് കല്യാണം ആലോചിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവൻ പറഞ്ഞതേ. എന്നാൽ പിന്നെ ഇവരുടെ കാര്യം അങ്ങ് സംസാരിച്ചേക്കാം എന്ന് കരുതി ഫോട്ടോ കാണിച്ചപ്പോൾ അവർക്കെല്ലാവർക്കും അങ്ങ് ഇഷ്ടമാവുകയും ചെയ്തു. നാട്ടിൽ അന്വേഷിച്ചപ്പോഴേ അവനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പിന്നെ കൂടപ്പറപ്പായിട്ട് ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ. ആ കുട്ടി കല്യാണം കഴിഞ്ഞ UK പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ അവനും അങ്ങ് UK പോകും. കല്യാണം കഴിഞ്ഞാൽ നിനക്കും UK പോകാം എന്ന് അച്ഛൻ മോളോട് പറയുന്നു. മോൾ അന്നേരം ഇങ്ങനെ ചിരിക്കും കേട്ടോ. അവിടെ പോയി സെറ്റിൽ ചെയ്യാം, പിന്നെ ഈ നാട്ടിലേക്ക് വരികയേ വേണ്ടാന്നും വെള്ളക്കാരെ പോലെ ജീവിക്കാമെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ സുനന്ദയോട് പറഞ്ഞു. അപ്പോൾ സുനന്ദ ഇങ്ങനെ നോക്കും കേട്ടോ കരഞ്ഞുകൊണ്ട്. എന്നിട്ടൊരു ഉണ്ടാക്കി ചിരിയൊക്കെ തിരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. പയ്യനിപ്പോൾ നാട്ടിലുണ്ട്. 2 മാസത്തെ ലീവാണ് അവന്. പെണ്ണ് കാണലും നിശ്ചയവും കല്യാണവും ഒക്കെ അതിനുള്ളിൽ അങ്ങ് നടത്താമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാം പെട്ടെന്നായി പോയില്ലേ എന്ന് അമ്മ ചോദിക്കുമ്പം നമുക്ക് സമയം ഒത്തു വരുമ്പോഴല്ലേ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. പിന്നെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നല്ല ചിലവല്ലേ ഏട്ടാന്ന് ചോദിക്കുക ഭാര്യ ഭർത്താവിനോട്. അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നീ വിഷമിക്കണ്ട, എല്ലാം അങ്ങ് നടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു നിലപാടുള്ളവരത്തിനല്ലേ അളിയാ? അതേന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുക. ഇനിയിപ്പോൾ കല്യാണത്തിന് വേണ്ടുന്ന എന്ത് കാര്യം വേണമെങ്കിലും പെട്ടെന്ന് അങ്ങ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ സുഭാഷ് ഇങ്ങനെ പുറത്തോടെ വിഷമിച്ച് നടക്കുമ്പോൾ നമ്മുടെ സുധീഷ് അങ്ങോട്ടേക്ക് ചെന്നു. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി ഏട്ടാ എന്ന് ചോദിച്ചു. ബുദ്ധിയോ? വീട് വിട്ടിറങ്ങിപ്പോയി നിധി ഞാൻ തിരിച്ചു കൊണ്ടുവന്നില്ലേ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആളിനെ പിരികേറ്റി ഫോട്ടോ ഫ്രെയിം ചെയ്യിപ്പിച്ചതും ഞാനാ. എന്ത്? അച്ഛനെ കൊണ്ടേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കല്യാണം ശരിക്കും നടന്നത് തന്നെയാണ്. അത് അവൾക്കും തോന്നിപ്പിക്കണം. ഇപ്പോൾ പിന്നെ ഫോട്ടോ വെച്ച് തുടങ്ങാമെന്ന് കരുതിയെന്ന് സുധീഷ് സുഭാഷിനോട് പറയുന്നു. അതൊരു രേഖ പോലെ അതെല്ലാ ദിവസവും കാണാമല്ലോ എന്നൊക്കെ പറയുമ്പം എടാ ആ കുട്ടിയില്ലേ, ആ കുട്ടി ഒരു പാവല്ലേടാ. അപ്പം ഞാൻ പാവല്ലേ ഏട്ടാ? അത് കൊള്ളാമല്ലോ. ഏട്ടാ അങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ സുധീഷ് കിണുങ്ങിക്കൊണ്ട് നിൽക്കുക. സുഭാഷ് ഏട്ടാ നമുക്ക് ആ ഫോട്ടോ എല്ലാ ദിവസവും കണ്ട് അവൾക്ക് എന്നോടൊരു ഇതൊക്കെ തോന്നട്ടെ ചേട്ടാ. പിന്നെ എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ അത്രമാത്രം കുഴപ്പക്കാരനാണോ ഞാൻ? ആണോ? സുഭാഷ് ഏട്ടാ ഞാൻ ഒരുപാട് അങ്ങ് മാറി, സത്യമായിട്ട് മാറി. നോക്ക് സുഭാഷ് ഏട്ടനൊരു കാര്യം അറിയാവോ? ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലമില്ലേ, അവിടെ തന്നെ ജോലിക്ക് വീണ്ടും കയറി എന്ന് പറഞ്ഞു. അപ്പോൾ ആണോ? ശരിക്കുമാണോടാ? പിന്നെ സുധീഷ് വിവരങ്ങളെല്ലാം സുഭാഷ് ഏട്ടനോട് പറഞ്ഞു. പിന്നെ ഞാൻ അവളോട് പറഞ്ഞതെല്ലാം എനിക്ക് തിരുത്തണം. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ അവന്മാർ രണ്ടുപേരും കൂടെ തിരുത്തി. പിന്നെ അവൾ അറിഞ്ഞെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ഈ നികേഷുമായിട്ട് സംസാരിച്ചപ്പോഴേ ആ കാര്യം മൊത്തത്തിൽ അങ്ങ് പൊളിച്ചു. അവൻ നിധിയെ കൊണ്ട് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്കൊക്കെ പോയെല്ലാം കാണിച്ചു കൊടുത്തു. പിന്നെ നീ നുണേ പറയുള്ളൂ എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ട് ഏകദേശം. ഏതായാലും എടാ ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ കുഴപ്പമല്ലേ?
നേരെ മറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിന്നെ എനിക്ക് ഇഷ്ടമായി സുധീഷേ, നീ എന്ത് പറഞ്ഞാലും എനിക്കതിൽ പ്രശ്നമില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചതെങ്കിലോ? അത് കാര്യം അങ്ങനെ അല്ലല്ലോ. അങ്ങനെയാണെന്നേ നമ്മൾ വിചാരിക്കാൻ പാടുള്ളൂ, മനസ്സിലായോ? അപ്പോഴേ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ ഒരു ആത്മബലമൊക്കെ കിട്ടത്തുള്ളൂ. എങ്ങനെയുണ്ട്? അപ്പം നമുക്ക് നമ്മുടെ പ്രേമം ഇങ്ങനെ 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 അങ്ങ് കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെ കൊണ്ടുപോകാമെന്ന്? അങ്ങനെ 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 അതൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ആകാശത്തേക്ക് നോക്കി നിലാവിനെ നോക്കി അതും ഇതൊക്കെ എന്നിങ്ങനെ പറയുക ഈ സുധീഷ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. സുഭാഷ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും സുനന്ദ അങ്ങോട്ടേക്ക് വന്ന് കരഞ്ഞുകൊണ്ട്, അപ്പം ഭയങ്കര കരച്ചിൽ അവിടെ വന്ന് നിന്ന്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് സുഭാഷ് എന്താ സുനന്ദ നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. നീ നിനക്ക് കരയുന്നേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും സുനന്ദ വന്ന് കെട്ടി അങ്ങ് പിടിച്ച ഒരൊറ്റ കരച്ചിൽ, എനിക്ക് വേറെ ഒരു കല്യാണം ആലോചിക്കുക, എനിക്ക് സുഭാഷ് എണ്ണില്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നിധി ഈ ശബ്ദം കേട്ട് അടുക്കളയിലേക്ക് വന്നു. നിധി നോക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്ന സുനന്ദയാണ് കാണുന്നത്. എനിക്ക് വയ്യ അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ, ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. എനിക്ക് സുഭാഷ് ഏട്ടൻ അല്ലാതെ മറ്റൊരാൾ ആലോചിക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേ അമ്മയും അച്ഛനും കൂടെ അതുവഴി വരുന്നു. അപ്പോൾ അവൾ ഇവിടെ എങ്ങും വന്നിട്ടില്ലല്ലോ, അവൾ പുറകിലൂടെ ആയിരിക്കും പോയിരിക്കുന്നത്. വാ ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാം. അവളെ ഇന്ന് ഞാനെന്ന് പറഞ്ഞൊരു പത്തലും എടുത്തുകൊണ്ട് പോവുകയാണ്. അവർ ചെല്ലുമ്പോൾ കാണുന്നത് ഈ സുനന്ദ സുഭാഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച, കരഞ്ഞുകൊണ്ട്. വാടി ഇങ്ങോട്ടെന്നും പറഞ്ഞു, പിടിയായി വലിയായി. അപ്പോഴത്തേക്കും നമ്മുടെ നിധി അങ്ങോട്ടേക്ക് വന്നു. ഇതൊക്കെ കണ്ട് അന്താളിച്ചിങ്ങനെ നിൽക്കുക നമ്മുടെ നിധി. അപ്പോൾ സുഭാഷ് വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ചോദിക്കുക ഹനേട്ടാ, ചോദിക്കുക. അപ്പോൾ ഇതാണുങ്ങൾ നമ്മൾ തീർക്കേണ്ട കേസാ, ചോദിക്കൽ ഹനേട്ടാ, ചോദിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇത്. അപ്പോൾ വിടറാവളെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇടയ്ക്ക് നിന്നു. വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് അമ്മ മാറ്റി നിർത്തുമ്പോൾ എൻ്റെ മോളെ വിളിച്ചു വരുത്തി വശീകരിച്ച് കയറി പിടിക്കുന്നോടാ നായെന്ന് ചോദിച്ചുകൊണ്ട് സുഭാഷിനെ അടിക്കുന്നു. അപ്പം അച്ഛൻ വീടച്ചാന്ന് പറഞ്ഞ സുനന്ദ പിന്നെ സുഭാഷിനെ കുറേ അടിച്ചു. അപ്പോഴത്തേക്ക് സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് നിധി ഇടയ്ക്ക് കയറി സുഭാഷിനെ പിടിച്ചു മാറ്റി, ഇയാളെ പിടിച്ച് തള്ളുകയും ചെയ്തു. എന്തിനാ നിങ്ങൾ സുഭാഷേട്ടനെ അടിക്കുന്നത്? സുനന്ദയാ ഇങ്ങോട്ട് സുഭാഷേട്ടനെ തേടി വന്നത്, അല്ലാണ്ട് സുഭാഷേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നിധി പറയുമ്പോൾ ഓഹോ എന്ന് പറഞ്ഞ അയാൾ. ഇതുപോലെ ഞങ്ങൾ കണ്ണോട് കണ്ടതോടിയെന്ന് അമ്മ ചോദിക്കുന്നു. ധനേട്ടാ അവരുടെ കരണം നോക്കി 4 കൂടെ പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോഴത്തേക്കും പിന്നെയും സുഭാഷിനിട്ട് അടിക്കുക. സുഭാഷ് ആ തല്ലെല്ലാം കൊള്ളുന്നുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ പൊക്കോളാം, സുഭാഷേട്ടനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ സുനന്ദ മാറി നിർത്താനാ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദ ഒരൊറ്റ അലർച്ചയായിരുന്നു. ഞാനാച്ചാ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പം നീ വന്നെങ്കിൽ ഇവൻ അറിഞ്ഞുകൂടെ തിരിച്ച് പറഞ്ഞയക്കാൻ? അപ്പം ഇത് അവൾ വെറുതെ പറയുന്നത് ധനേട്ടാ, വീട്ടിലാളില്ലാത്ത സമയം നോക്കി ഇവനാ ഇവളെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയത്. നീ എന്താണോ കരുതിയേ? ഒരുത്തി ഏതോ വീട്ടിൽ നിന്ന് ചാടിച്ചുകൊണ്ട് വന്നു, അതുപോലെ എൻ്റെ മോളെയും ചാടിച്ചുകൊണ്ട് വരാൻ വല്ല പ്ലാനാണോ എന്നൊക്കെ ചോദിക്കണം. ആണെങ്കിൽ അത് നടക്കാൻ പോണില്ലാണെന്നൊക്കെ പറയുമ്പോൾ അപ്പം അത് ശരി, അപ്പം അതാണല്ലേ നിൻ്റെയൊക്കെ പ്ലാന്, നിന്നെ ഞാൻ ഇടാന്ന് പറഞ്ഞിട്ട് വീണ്ടും സുഭാഷിനെ തല്ലുന്നു. അപ്പം വിടാനാ പറയാം, മാറി നിൽക്കാൻ പറഞ്ഞിട്ട് നിധി സുഭാഷിന് നേരെ വട്ടം ഒരു മതിൽ പോലെ നിൽക്കുക. നിങ്ങളുടെ മകളാണ് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞില്ലേ എന്ന് നിധി എന്നിട്ട് ഇവരോട് രണ്ടുപേരോടും ചോദിച്ചു. എന്താടി ഇവിടെ നടക്കുന്നത്? എടി നിന്നെ വിശ്വസിച്ചല്ല ഞാൻ അന്യനാട്ടിൽ പോയി കിടന്ന് ജോലി ചെയ്യുന്നതെന്നും, എന്നിട്ട് നമ്മുടെ മോൾ ഇവിടെ വരുന്ന തടയാൻ നിനക്കാകുന്നില്ല എടി എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട് ഭാര്യയോട്. എടാ നീയും നിൻ്റെ കുടുംബമായിട്ട് യാതൊരു ബന്ധവും വേണ്ടാന്നും പറഞ്ഞു ഒതുങ്ങി കഴിയാൻ ഞാൻ. പിന്നെ എന്തിനാടാ എൻ്റെ മോള് നിൻ്റെ വീട്ടിലേക്ക് ഓടുന്നത് എന്നും ചോദിച്ചുകൊണ്ട് അയാൾ ചുമ്മാ കിടന്ന് ഒച്ച വെക്കുന്നു. എൻ്റെ മോൾക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടുള്ള പ്ലാനാണോടാ ഇതെന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അച്ഛ എന്ന് പറഞ്ഞ സുനന്ദ ഇങ്ങനെ നിൽക്കുക. മാനവും മര്യാദയുള്ള കുടുംബത്തിൽ നിന്ന് നിനക്കൊരു പെണ്ണ് കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നീ എൻ്റെ മോളുടെ മനസ്സ് മാറ്റി നോക്കിയല്ലേടാ, നിന്നെ ഞാൻ വിടില്ലടാന്ന് പറഞ്ഞ് വീണ്ടും തല്ലുക. അപ്പോൾ നിങ്ങളോടല്ലേ പറഞ്ഞു മാറാനെന്ന് പറഞ്ഞ് നീതി ഒച്ച വെച്ചു. എൻ്റെ മോളുടെ നിഴൽ വെട്ടത്ത് പോലും നിന്നെ കണ്ടുപോകരുതെന്നും പറഞ്ഞ് അയാൾ ഭക്ഷണം താക്കിയതൊക്കെ കൊടുക്കും. അപ്പോഴത്തേക്കും ലളിത മോളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. നീ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിൽ വെച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് അയാൾ അങ്ങ് പോയി. അപ്പോൾ എന്തിനാ സുഭാഷേട്ടൻ ഇങ്ങനെ അടി വാങ്ങുന്നതെന്ന് നിധി സുഭാഷിനോട് ചോദിച്ചു. ഉത്തരം പറ, എന്ത് കാര്യത്തിന് അടി മുഴുവൻ നിന്ന് കൊണ്ടതെന്ന് ചോദിക്കുമ്പോൾ മോളത് വിടാൻ പറഞ്ഞു. അപ്പം നടന്നത് എന്തിനാണെന്ന് സുഭാഷേട്ടനും അറിയാം, എനിക്കും അറിയാം. എന്നിട്ട് അവർ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ നിന്ന് തല്ലുകൊള്ളുകയാണോ എന്ന് നിധി ഇങ്ങനെ ചോദിക്കുമ്പോൾ മോളെ നീ അത് വിട്ടേക്കാൻ പറഞ്ഞു സുഭാഷ്. അങ്ങനെ സുഭാഷ് വിഷമിച്ച് അവിടുന്ന് പോയി. നിധിയാണെ ഭയങ്കര കരച്ചിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ നിധി സുധീഷിനെ വിളിച്ചു കഴിഞ്ഞപ്പം സുധീഷ് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിധി വിളിച്ചതിൻ്റെ ഇതിലിരിക്കുക. അപ്പോൾ എന്തിനാ വിളിച്ച്, എന്താ ഒരു കാര്യം പറയാനുണ്ടല്ലോ, എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ വിളിച്ചാണോ എന്നൊക്കെ ചോദിക്കുമ്പം വണ്ടി ഓടിക്കുകയാണെങ്കിലും സൈഡാക്കാൻ പറഞ്ഞു. ഞാൻ സൈഡാക്കി പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം? ഇയാളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ? അതൊന്നും അല്ല. പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം നിധി സുധീഷിനോട് പറയാം. അപ്പോൾ തന്നെ സുധീഷ് അത് വിളിച്ച് ഹരീഷിനോട് പറഞ്ഞു. അങ്ങനെ വിളിക്കാവുന്നവരെ മുഴുവൻ വിളിച്ചു. കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാൻ തന്നെ ഇവർ നിൽക്കുക. അപ്പോഴാണ് സുഭാഷ് ജോലിക്ക് പോകാൻ ഇറങ്ങുന്നത്. അപ്പോൾ നിധി അങ്ങോട്ടേക്ക് ചെന്നു. സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്താ മോളെ? അപ്പോൾ സുഭാഷ് ഏട്ടൻ എവിടെ പോകുമെന്ന് ചോദിച്ചു. ഞാൻ ഇറങ്ങാം മോളെ. അപ്പോൾ ജോലിക്ക് പോവാണോ ചോദിക്കുമ്പം അതെ. ഇന്ന് പോകണോ?
അപ്പോൾ പോണം മോളെ, പോയില്ലേ ശരിയാവില്ല എന്ന് പറഞ്ഞു. സുഭാഷേട്ടൻ ഓക്കെ ആണോ? അപ്പം ഞാൻ ഓക്കെ, എനിക്കെന്താ കുഴപ്പം, എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ അടുത്ത് വല്ലതും പോകണമെന്ന് ചോദിച്ചു. എന്തിന്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, ഞാൻ ജോലിക്ക് പൊയ്ക്കോളാം. അങ്ങനെ അതും പറഞ്ഞ് ഇവർ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക്, സുഭാഷ് ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും നിധി അകത്തേക്കും കയറിപ്പോയി. പെട്ടെന്നാണ് നമ്മുടെ സുധീഷും ഹരീഷും കൂടി വീട്ടിലേക്ക് വരുന്നത്. എന്താ സുഭാഷേട്ടൻ ഇവിടെ സംഭവിച്ചേ എന്നും ചോദിച്ച് ഹരീഷ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുക. അപ്പോൾ സുഭാഷ് ഇങ്ങനെ നിധിയെ നോക്കി. സുഭാഷിനോട് അന്നേരം പറഞ്ഞു, ഞാനാ ഇവരോട് രണ്ടുപേരോടും സുധീഷിനോട് പറഞ്ഞത്. അപ്പോൾ എന്തിനാ മോളെ ഇതൊക്കെ പറയാൻ പോയതെന്ന് ചോദിച്ചു സുഭാഷ്. എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം അവരും എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് ദേഷ്യപ്പെടും. അത് വിട്, അവർ തെറ്റിദ്ധരിച്ചുണ്ടായതാടാന്ന് പറഞ്ഞു. സുഭാഷ് ഏട്ടൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ല, സുനന്ദ എങ്ങോട്ട് വന്നതെന്നൊക്കെ നിധി പറയുക. അന്നേരം അനിയന്മാർക്ക് സഹിക്കുന്നില്ല കേട്ടോ, ഏട്ടനെ കയറി ഒരുത്തൻ കൈ വെച്ചിട്ട് പോയി എന്നുള്ളൊരു ദേഷ്യത്തിൽ അവരങ്ങനെ നിൽക്കുക. അപ്പോൾ നിധിയാണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഇത് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് അവർ സുഭാഷിനെ കൂട്ടി അങ്ങോട്ടേക്ക് പോകണു. ഈ സമയത്ത് വീട്ടിൽ ധനേട്ടനാണെങ്കിൽ ഭാര്യ അവിടെ ഇട്ട് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക. ഇത് ഞാൻ പറഞ്ഞു മടുത്ത കാര്യമാണ്, ഞാൻ കുറേ ഇവളെ തല്ലി നോക്കി, ഇവളിതൊന്നും മനസ്സിലാക്കുന്നില്ല, ഇവൾ ഏത് നേരം അങ്ങോട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ അച്ഛനോട് പറയുന്നു. പിന്നെ കാരണത്തിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ ഒരു കുറവുമില്ലല്ലോ, പണ്ടേ അത് അങ്ങനെയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ വഴക്ക് പറയും, അമ്മയെ വഴക്ക് പറയും. അത് കഴിഞ്ഞിട്ട് എൻ്റെ വാക്കെങ്ങാനും ധിക്കരിച്ച് ഇനി നീ അങ്ങോട്ടെങ്ങാനും പോയെന്ന് ഞാൻ അറിഞ്ഞ നിൻ്റെ അവസാനമാണെന്ന് അച്ഛൻ മോളോട് പറയണു. അങ്ങനെ അതും പറഞ്ഞ് പേടിപ്പിച്ച് അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ. എന്താടി നീ ഇങ്ങനെ ആയിപ്പോയത്, നിന്നെ നല്ലൊരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാനല്ലടി ആ മനുഷ്യൻ കിടന്ന് പെടാപ്പാട് മുഴുവൻ പെടുന്നത്, നീ എന്താടി മനസ്സിലാക്കാത്തത്, അങ്ങേരെ നാണം കെടുത്താനാണ് നിന്റെ പരിപാടിയെങ്കിലും എൻ്റെ താനി സ്വഭാവം നീ അറിയും, പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ലളിത പേടിപ്പിക്കുന്നു. അത് നിർത്ത്, ഒത്തിരി അതിനെ പറഞ്ഞു പേടിപ്പിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് വല്യച്ഛൻ അങ്ങോട്ടേക്ക് പോയി. വെല്ലിച്ചൻ അങ്ങ് പോയി കഴിഞ്ഞ് പേടി ചെന്ന് മുഖം കഴുകി തയ്യാറാകാൻ നോക്കടി, ഇല്ലെങ്കിൽ നിന്റെ വീർത്ത മോതയായിട്ട് ചെന്നാലേ നിന്റെ കണിയെ കുത്തിപ്പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങ് പോയി. പിന്നെ ഭയങ്കര കരച്ചിലായിട്ട് സുനന്ദ അവിടെ ഇരിക്കുക. ഈ സമയത്ത് സുധീഷും ഹരീഷും സുഭാഷിനെ വിളിച്ചുകൊണ്ട് പോയി, മാറങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ എടാ എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുഭാഷും കൂടെ പോവുക. അങ്ങനെ അവരങ്ങോട്ട് ചെന്നിട്ട് വിളിച്ചു. അപ്പോൾ ചേട്ടനൊന്നും മിണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് വഴക്ക് പറഞ്ഞു. അപ്പോഴത്തേക്കും സുനന്ദ അകത്തിരുന്നതൊക്കെ കേൾക്കുക, ഇറങ്ങി വാടോ ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷും ഹരീഷും ഒച്ച വയ്ക്കുന്നു. അപ്പോഴത്തേക്കും മാമി ഇറങ്ങി വന്നു. ചേട്ടാ എന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ, നിങ്ങൾ വന്നേന്നും പറഞ്ഞ് വിളിക്കുവാണ്. അയാൾ ഇറങ്ങി വന്ന് ഇവരിങ്ങനെ അടിമുടി നോക്കി ഒരു പുച്ഛവും പരിഹാസവും നിറഞ്ഞൊരു ചിരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അനിയന്മാർ ചേട്ടന് വേണ്ടി ചോദിക്കാൻ വന്നിരിക്കുകയാണോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സുനന്ദ ഇറങ്ങി വന്നു. കയറിപ്പോടി അകത്തുനിന്ന് അമ്മാവനും കയറിപ്പോടി അകത്തുനിന്ന്. അപ്പോൾ എന്തിനാ തല്ലിയത് എന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്, അത് നിങ്ങൾ ചേട്ടനോട് ചോദിച്ചാൽ മനസ്സിലാകുമെന്ന് പറഞ്ഞു. നിന്നോട് പോവാനല്ലേടി പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മോളെ ഉന്തി തള്ളി അകത്തേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ സുനന്ദ അവിടെ പോയി നിന്ന് ഇങ്ങനെ നിൽക്കുക. പറഞ്ഞു കൊടുക്കടാ എൻ്റെ മോളെ, നീ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ എൻ്റെ മോളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ എന്താടാ ചെയ്യേണ്ട, ആടിക്കത് ഉമ്മ കൊടുക്കണോ എന്ന് ഇയാൾ ചോദിച്ചു. ഞങ്ങളുടെ ചേട്ടനെ ഇവിടെ വന്നിട്ടൊന്നും അല്ലല്ലോ കെട്ടിപ്പിടിച്ചത്, നിങ്ങളുടെ മകൾ അങ്ങോട്ടല്ലേ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സുധീഷേട്ടാ നമ്മൾ വരുന്നത് ന്യായം ചോദിക്കാൻ വന്നൊന്നും അല്ലല്ലോ, അവർ ചെയ്തതിനുള്ള മറുപടി കൊടുക്കാനല്ലേ എന്ന് ഹരീഷ് സുധീഷിനോട്. കിട്ടിയത് ആദ്യം തിരിച്ചു കൊടുക്കും സുഭാഷേട്ടാ, എന്നിട്ട് മതി സംസാരമൊക്കെ എന്നും പറഞ്ഞിങ്ങനെ ഇവർ പറയുമ്പോൾ സുഭാഷേട്ടാ പൊട്ടിക്കാൻ പറഞ്ഞു സുധീഷ. അടിക്കാനാ പറഞ്ഞത്. എടാ നീ എന്തൊക്കെയാടി പറഞ്ഞതൊന്നും വേണ്ടാന്ന് പറഞ്ഞു സുഭാഷ്. വേണ്ടാതെ കീട്ട് തിരിച്ചു കൊടുക്കും സുഭാഷേട്ടാ എന്ന് പറഞ്ഞു. എടാ വേണ്ട, വെറുതെ ഇതിന് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു സുഭാഷേട്ടാ. പ്രശ്നം ഉണ്ടാക്കാൻ വന്ന് ഇയാളല്ലേ, നമ്മളൊന്നും അല്ലല്ലോ എന്ന് സുധീഷ്. പിന്നെ ഇയാൾ അടിക്കണം നിനക്കന്നെ, അടിക്കടാ നിന്നെ അടിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുക. അതിനുള്ള ധൈര്യം ഇവനുണ്ടോ എന്ന് ഇയാൾ ചോദിക്കുക. ഇത് അനേട്ടൻ എന്നാ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ഇയാൾ നിൽക്കുമ്പോൾ സുഭാഷ് അന്തം പെട്ടിങ്ങനെ നോക്കട്ടെ. അടിക്കണം, ആണാണെങ്കിൽ ഞാൻ അടിക്കടാന്ന് പറഞ്ഞു. ആണത്തത്തിന് ഒരു കുറവില്ലടോ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷും ഹരീഷും കൂടെ എടുത്തിട്ട് പെരുമാറി അയാളെ. ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്താലും സുഭാഷേട്ടൻ പറയുന്നത് കേട്ട് ഞങ്ങൾ മിണ്ടാതിരുന്നു, ഇനി അത് നടക്കത്തില്ല എന്ന് പറഞ്ഞു. ഇനി മേലിൽ ആ വീടിൻ്റെ പരിസരത്തെങ്ങാനും ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ എടാ സുധി വേണ്ട നമുക്ക് പോകാൻ പാടാന്ന് പറഞ്ഞു. ഏട്ടൻ പൊക്കോ ഞങ്ങൾ വന്നോളാമെന്ന് സുധീഷ് സുഭാഷിനോട് പറഞ്ഞു. ഇനി നിങ്ങളുടെ മോളെങ്ങനെ പരിസരത്ത് വന്നാ അടി കിട്ടുന്നതേ നിങ്ങൾക്കായിരിക്കുമെന്ന് ഹരീഷ് ഈ ലളിതയോട് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഇവരങ്ങോട്ട് പോവുക. അപ്പം നീ എന്നെ അടിക്കോടാന്ന് ചോദിച്ചുകൊണ്ട് കിടന്ന് തുള്ളു ഇയാൾ. ഇവരങ്ങ് പോയപ്പോൾ ഹരീഷ് എന്നിട്ട് ഹരീഷിൻ്റെ വകയും കൂടി അങ്ങ് കൊടുത്തു. കെങ്ങേട്ടൻ അപ്പോഴത്തേക്കും ഇങ്ങനെ പിടിച്ചിങ്ങനെ നിർത്തിയേക്ക് കേട്ടോ. നീ എന്നെ തള്ളോറായോടാന്ന് ചോദിച്ചു. പിന്നെ ഉന്തായി തള്ളായി ഇടിയായി ചവിട്ടായി നല്ല അന്തസ്സായിട്ട് നല്ല സുഭാഷേട്ടനെ ദേഹത്ത് കൈവച്ചവന്മാരെ അടിച്ച് ഇഞ്ചപ്പരുവാക്കിയിട്ട് അനിയന്മാർ നല്ല സ്റ്റാറായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോരുക. നികേഷും നിധിയും കൂടെ പേടിച്ച് വിറച്ച് അവിടെ നിൽക്കുക കേട്ടോ. അച്ഛനും ഉണ്ട്. അപ്പോൾ ഇവരടിയൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. ഇവർ വന്നപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിച്ചു സുഭാഷ് വഴക്ക് പറയാം.
ഇപ്പം എന്തിനാ അയാളെ കയറി അടിക്കാൻ പോയെന്നൊക്കെ ചോദിച്ചു. ഇനി അത് വേറെ പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമല്ല, അവർ കാണിച്ചതിൻ്റെ ബാക്കിയല്ലേ നമ്മൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നിധിയും നികേഷിൻ്റെ അവർ വന്നെന്ന് പറഞ്ഞ് ഓടിച്ചല്ലേ വിവരങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളല്ല ഇവർ പറയും. ഇതൊക്കെ കേട്ടിട്ട് അച്ഛനൊരു കൂസലുമില്ല, അച്ഛൻ അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല ഇടി അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നോ എന്ന് നിധി ചോദിക്കുമ്പം നല്ല ഇടി തിരിച്ചും കിട്ടുമെന്ന് അറിഞ്ഞാൽ അവനെ കൊതുങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു ഹരീഷ്. കണ്ടോ, കണ്ടില്ലേ എന്ന് പറഞ്ഞു സുഭാഷ്. അന്നേരം പറയുമോ ഇനി ഇത് ഇവിടെ അവസാനിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിന് തുടങ്ങി വെച്ചത് സുഭാഷ് ചേട്ടനൊന്നും അല്ലല്ലോ, ആ സുനന്ദ ഇങ്ങോട്ടല്ലേ കയറി വന്നതെന്ന് നീതി ചോദിച്ചു. അതിന് സുഭാഷ് ചേട്ടൻ എന്തിനാ ഇടി കൊള്ളുന്നതെന്ന് ചോദിക്കുമ്പം അത് പിന്നെ മോളെ ഞാൻ ആ പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയാറുള്ളതല്ലേ എന്ന് ഹരീഷ് അന്നേരം ചോദിച്ചു. എടാ നീ അതൊരു പാവം പെണ്ണാടാ. ഓ അച്ഛനും അമ്മയും പറഞ്ഞാൽ പിന്നെ അവൾ എന്ത് ചെയ്യാനാണെന്ന് നേരം സുഭാഷ് ചോദിക്കുക. അപ്പം അത് തന്നെയാണ് പ്രശ്നം, ഒന്നെങ്കിൽ അവിടെ നിൽക്കണം അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം, ഈ രണ്ടിടത്തോടും കൂടെ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സംഭവങ്ങളെ പറ്റിയും സുനന്ദയുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അച്ഛൻ ഇറങ്ങി വന്നു. നീയൊക്കെ എന്ത് മണ്ടത്തരമാടാ ഈ കാണിച്ചത്, അവൻ ഇവിടെ വന്ന് തല്ലി, അതിന് പകരം നീയൊക്കെ അവിടെ ചെന്ന് പോയി തല്ലി. എടാ ആണുങ്ങളായ തിരിച്ച് തല്ലാൻ അനിയന്മാരെ വിടുകയല്ലടാ വേണ്ടത്, കൈയോടെ കൊടുക്കാനുള്ളത് കൊടുത്തങ്ങ് അവസാനിപ്പിക്കണമായിരുന്നു എന്ന് പറഞ്ഞ് തീർന്നപ്പോഴത്തേക്കും ദേ വീട്ടിലേക്ക് ഓട്ടോയും പോലീസ് ജീപ്പും ഒക്കെ കൂടെ വരുന്നു. ഇത് കണ്ടപ്പോൾ ഇവർ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും അയാൾ സാറേ അവനാ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ എന്താ സാർ പ്രശ്നമെന്ന് സുഭാഷ് ഒന്ന് ചോദിച്ചു. അപ്പോൾ നീയാണോ സുഭാഷ് എന്ന് പോലീസുകാർ ചോദിച്ചു. അല്ല ഞാൻ അനിയനാ സുധീഷ്. അപ്പോൾ നീ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചു. അപ്പം ഞാനാ സുഭാഷ് എന്നും പറഞ്ഞ് അപ്പം വന്ന് വണ്ടിയെ കയറാൻ പറഞ്ഞു. സുഭാഷിനോട് ഈ പോലീസുകാർ എന്താ സാർ കാര്യം, തൻ്റെ പേർക്ക് ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്താ സാർ പരാതി എന്ന് നീതി ചോദിക്കുക കേട്ടോ. ഇവരുടെ മകൾ സുനന്ദയെ ശാരീരികമായും മാനസികമായും അപമാനിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് ഇവരൊരു പരാതി തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും അന്തം വിട്ട് ഇവർ നോക്കുക. സാർ അത് നുണയാണ്, സുഭാഷ് ചേട്ടൻ അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല എന്ന് നിധി പോലീസിനോട് പറയുവാണ്. അമ്മയും അച്ഛനും കൂടി ഇങ്ങനെ ഞെളിഞ്ഞിങ്ങനെ നിൽക്കുക. സാർ ഞങ്ങളുടെ ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല, ഇതൊരു വ്യാജ പരാതിയാണെന്ന് നമ്മുടെ ഹരീഷും പോലീസിനോട് പറഞ്ഞു. ഞങ്ങൾ അന്വേഷിച്ചോളാം, ഇപ്പം തൽക്കാലം നീ വന്ന് ജീപ്പിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ സുഭാഷിനെയും കൊണ്ട് പോലീസുകാർ കൊണ്ടുപോകാൻ നോക്കുക. അപ്പോൾ ആനിയന്മാരും നിധിയും ഇത് തടഞ്ഞു. വലിയ ആൾ കളിച്ച് എല്ലാത്തിനും തൂക്കിയെടുത്ത് ഞാൻ വണ്ടിയിലിടും, നിങ്ങൾ അനിയന്മാരെ ഞാൻ ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ പറയട്ടോ. അപ്പോൾ എപ്പോഴും ഇവർ ഇങ്ങനെയാണ് സാറേ, പ്രശ്നത്തോട് പ്രശ്നം. അന്ന് എൻ്റെ അച്ഛൻ എൻ്റെ തല തല്ലി പൊളിച്ചു, ഇന്ന് മകൻ ഞങ്ങളുടെ കുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ അവിടെ നിന്ന് പോലീസിനോട് പറയണം. അത് ചോദിച്ചതിനാണ് ഞങ്ങൾ തല്ലി ചതച്ചതെന്നൊക്കെ പറയുമ്പോൾ അയ്യോ സാറേ സാർ ഇവരുള്ളിടത്തോളം ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല സാർ, ഇവരെ പിടിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പം നിധി പറയുന്നുണ്ട് സാർ ഇല്ല ഞാൻ സുഭാഷ് ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറെന്ന്. അപ്പോഴത്തേക്കും ഈ അനിയന്മാരിടയ്ക്ക് കയറി പോലീസിനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവന്മാരെ പിടിച്ച് അകത്താക്കാൻ പോലീസുകാർ നോക്കുമ്പോൾ വേണ്ട സാർ ഞാൻ വരാം, ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ വന്നോളാം, ഞാനാ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് സ്വമേധ അങ്ങ് കുറ്റം ഏറ്റെടുത്ത് അങ്ങ് കൂടെ പോകും. അപ്പോൾ സാർ സുഭാഷ് ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിധി പറയുമ്പോൾ അത് നിങ്ങൾ ഇവിടെയല്ല കോടതിയിൽ അങ്ങ് തെളിയിച്ചാൽ മതി എന്ന് പറഞ്ഞു പോലീസുകാർ. അപ്പോൾ മോളെ ഒന്നും പറയണ്ട, വേണ്ട ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു നമ്മുടെ സുഭാഷ് പോലീസ് ജീപ്പിൽ കയറി പോവുക. അപ്പോഴേക്കും സാർ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സാർ, സുഭാഷ് ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് നിധി കാല് പിടിച്ച് പോലീസുകാരോട് പറയുന്നുണ്ട്. പക്ഷേ ആരും കേട്ടൊന്നുമില്ല. അപ്പോൾ അവരെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുനന്ദയുടെ അച്ഛൻ നിന്നിങ്ങനെ ഓരോ കോപ്പറയൊക്കെ കാണിച്ച് അങ്ങ് പോയി. മക്കളെയെല്ലാം പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അച്ഛനൊന്നും പറയാനില്ല. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, നിങ്ങൾ 4 മക്കളെയല്ലേ പോലീസ് കൊണ്ടുപോയതെന്ന് നിധി ചോദിക്കുക. എന്നിട്ട് നിങ്ങളിവിടെ ബീഡിയും കത്തിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ മഞ്ഞു പോലും ചെയ്യുന്നില്ല. സുനന്ദയുടെ അടുത്ത് സുഭാഷ് ചേട്ടൻ തെറ്റായിട്ട് പെരുമാറിയിട്ടൊന്നുമില്ലെന്ന് എനിക്കറിയാം, അവളാ ഇങ്ങോട്ട് വന്നതെന്ന് നിധി അച്ഛനോട് പറയുമ്പം അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നിൻ്റെ സർട്ടിഫിക്കറ്റ് വേണോ, അവൻ എനിക്ക് അറിഞ്ഞുകൂടെ എന്ന്. അപ്പോൾ അറിയാമല്ലോ, പിന്നെന്താ വെറുതെ ഇരിക്കുന്നേ, എന്തെങ്കിലും ഒന്ന് ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാതെ അദ്ദേഹം സൈക്കിളും എടുത്തങ്ങ് പോവാം. നിധി കിടന്ന് ഓടിക്കൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്ത് അച്ഛൻ നേരെ പോകുന്നത് ലളിതയുടെ അടുത്തേക്ക്. നിൻ്റെ ആ കിളവൻ ചേട്ടനെ കെട്ടിയോനെ ഇങ്ങനെ ഇറക്കി വിടറി, ഇങ്ങനെ ഇറങ്ങി വാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ അദ്ദേഹം ഒച്ച വയ്ക്കുക. അപ്പോൾ അവർ രണ്ടുപേരും ഇറങ്ങി വന്നു. ആ സമയത്ത് വാടി ഇങ്ങോട്ട് ഇറങ്ങി വാടിയെന്നും പറഞ്ഞുകൊണ്ട് ലളിതയും വിളിച്ചു. ലളിത വന്ന് ഇങ്ങനെ നിൽക്കുക. ആളില്ലാത്ത നേരെ നോക്കി എൻ്റെ വീട്ടിൽ വന്ന് കയറിയത് നിൻ്റെ മോളാ, അത് എൻ്റെ മക്കൾ എന്ത് പഠിച്ചെന്ന് അടിയെന്ന് ഇദ്ദേഹം ചോദിക്കുക അവരോട്. പെണ്ണിനെ മര്യാദയ്ക്ക് വളർത്താൻ അറിയാത്തതിന് എൻ്റെ പിള്ളേർക്കെതിരെ പരാതി കൊടുക്കുകയാണോ വേണ്ടതെന്ന് ചോദിക്കുമ്പം എൻ്റെ മോളെ പറ്റി അനാവശ്യം പറയരുതെന്നും നിങ്ങളുടെ കുടുംബം എങ്ങനെയാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാമെന്ന് ലളിത പറയുന്നു. എൻ്റെ മോളെ പറ്റി ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ, എടി ഞാൻ പറയുവടി, അവൾ എൻ്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നത് ഈ നാട്ടുകാർ മുഴുവനും കാണുന്നതാടിയെന്ന് അദ്ദേഹം പറയുമ്പോൾ എടാ മര്യാദയ്ക്ക് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കാൻ പറഞ്ഞു. നിൻ്റെ മോൾ ഇവിടെ കയറി വഴക്കുണ്ടാക്കിയാലേ അത് കണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കോ എന്നൊക്കെ ഇങ്ങനെ ഗംഗേട്ടൻ ചോദിക്കണം. ഇനി അവരെ 4 പേരെയും കാണാനേ നീ ജയിലിൽ തന്നെ പോടാ, ഒന്ന് അടയ്ക്കട വന്ന നേരത്തേക്കും അച്ഛൻ പറഞ്ഞു. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ നീ നിൽക്കുന്ന നിൻ്റെ അളിയൻ ഈ 6 അടിക്കാരൻ ഇവൻ പ്ലെയിനിൽ കയറി അങ്ങ് പേർഷ്യയിലോട്ട് പോകത്തില്ല, അത് താൻ ഓർത്തോളാൻ പറഞ്ഞു. അന്നേരം
എന്നും പറഞ്ഞ ഇയാൾ തലയാട്ടോ. എൻ്റെ വീട്ടിൽ കയറി ആദ്യം തല്ലിയത് തൻ്റെ അളിയനാണെന്ന കാര്യം ഇദ്ദേഹം പറഞ്ഞു. എൻ്റെ മുന്നിൽ വെച്ചാണത് ചെയ്തതെങ്കിൽ അവിടെ വച്ച് തീർന്നേനെ ഇവൻ. അത്രയ്ക്ക് നട്ടലുള്ളവനാണെങ്കിലേ ഇപ്പോൾ ഒന്ന് തൊഴു, ഞാൻ ഒന്ന് കാണട്ടെ എന്ന് ലളിത. അപ്പം തൊടുടി, ഞാൻ തൊടും, നിനക്ക് കാണണോടി എന്ന് ചോദിച്ചു. എൻ്റെ മക്കളുടെ പേരിൽ പോലീസ് കേസെടുത്തെന്ന് അറിഞ്ഞാൽ ഇവൻ്റെ കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കും, നിനക്ക് കാണണമെന്ന് ചോദിച്ചു. മകളുടെ കല്യാണം നടത്താനല്ലേ പ്ലെയിനിൽ കയറി ഇങ്ങോട്ട് വന്നത്. പെണ്ണിനെ ചെറുക്കൻ്റെ കൈ പിടിച്ചു കൊടുക്കാനേ നിന്റെ കെട്ടിയവന് ഭാഗ്യം ഉണ്ടാവത്തില്ല, നീ നോക്കിക്കോളാൻ പറഞ്ഞു. താൻ എന്തോന്ന് ചെയ്യണോ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നീ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വക്കാണും ഒക്കെ ആയി. അപ്പോഴത്തേക്ക് നിധി വന്നു. നിധി വരുമ്പോൾ ഈ കാഴ്ചയൊക്കെ കാണുക. അടുത്തവൾ വന്നല്ലോ എന്ന് പറഞ്ഞു ലളിത. നീ എന്തിനാ ഇങ്ങോട്ട് വന്ന മോളെ, നീ വീട്ടിൽ പോകാൻ പറഞ്ഞു നിധിയോട്. അപ്പം ഈ നാട്ടിൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത വീട് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് തൻ്റെ വീടാണെന്ന് ലളിത. അപ്പം ഇതൊക്കെ കേട്ട് നിധി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അവിടേക്ക് കയറി വന്നവളല്ലേ ഇവള്, അപ്പം ഇവളുടെ സ്വഭാവം ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് ഇയാളിങ്ങനെ ലളിത പറയും. അതേ എൻ്റെ മരുമകളെ പറ്റി വല്ലതും പറഞ്ഞ് ആടിച്ചനെ പല്ലിയാൻ കൊഴിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഒന്ന് നിർത്താനാ പറഞ്ഞെന്ന് പറഞ്ഞ് നിധി. അപ്പോൾ സുനന്ദ അകത്തു നിന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ സുനന്ദ ജനലിലൂടെ നിധി കണ്ടു. സുഭാഷ് ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സുനന്ദയ്ക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് നിധി പറയുക. സുനന്ദ ഒന്ന് ഭയങ്കര കരച്ചിൽ. എന്നിട്ട് നിങ്ങൾ കള്ളപ്പരാതി കൊടുത്തില്ലേ എന്ന് നിധി ചോദിച്ചു. ഇവരൊന്നും മിണ്ടുന്ന പോലുമില്ല. 4 പേരെയും പോലീസ് കൊണ്ടുവരിക്കുക. അപ്പം എന്നാ കണക്കായിപ്പോൾ എടി, അവൻ എൻ്റെ മോളോട് എന്താ ചെയ്തതെന്ന് ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ടും കണ്ടതാണെന്ന് ലളിത പറയാം. നിന്റെ കെട്ടിയവനും അവൻ്റെ അനിയന്മാരും ഒക്കെ കൂടെ വന്നതാണ് എൻ്റെ കെട്ടിയവനെ തല്ലിയതെന്നൊക്കെ ലളിത. അതിനെല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ പരാതി കൊടുത്തു, അവരൊക്കെ അനുഭവിക്കട്ടേടി എന്നൊക്കെ പറയുമ്പോൾ സുനന്ദ അകത്ത് ഒന്ന് കരയണു. എന്നിട്ട് ഇവിടെ കിടന്ന് ഉന്തം തള്ളും വഴക്കും ഒക്കെ ആയി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് നമ്മുടെ അച്ഛനും നിധിയും ഇവരും തമ്മിൽ പൂരാടി. അപ്പോൾ എൻ്റെ മോളെ എങ്ങനെയെങ്കിലും വശീകരിച്ച് ഈ കുടുംബത്തിലേക്ക് വന്ന് കയറാനാണ് മകൻ്റെ വിചാരമെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചേക്കാൻ അവനോട് പറഞ്ഞേക്കാൻ പറഞ്ഞു ലളിത. അത് കേട്ടപ്പം ഈ വീട്ടിലേക്കോ? എടീ, കോർപ്പറേഷൻ മാലിന്യം കൊണ്ടുപോകുന്ന ലോറി നീ കണ്ടിട്ടുണ്ടോ? ഈ വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടുന്നതിനേക്കാളും നല്ലത് ആ ലോറിക്ക് കൊണ്ടുപോയി തല വയ്ക്കുന്നത് അടിയെന്ന് അച്ഛൻ പറയുന്നു. അപ്പം തെറ്റുപറ്റിയതിൽ നമുക്കല്ലേ ഇവനെ കൂടെ ചേർത്ത് പരാതി കൊടുക്കണമായിരുന്നു ഗംഗാധരൻ. അപ്പം 5 പേരും കൂടെ അകത്ത് പോയി കിടന്നേനെ. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്നതെന്നൊക്കെ ഇയാൾ. അതായത് ഗംഗേട്ടൻ പറയുമ്പോൾ വെറുതെ ബഹളം വയ്ക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ വന്നത്. അപ്പോൾ എടാ പിന്നെ എന്തിനാടാ നീ വന്നത്, തല്ലാനാണോടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇതാ പേടിച്ചോടാന്ന് പറഞ്ഞ് കറങ്ങി പേർഷ്യക്കാരനെ ചെവിക്കല്ല് നോക്കി ഒരൊറ്റ ഒരെണ്ണം കൊടുത്തു നമ്മുടെ അച്ഛൻ. അവൻ കറങ്ങിപ്പോയി വീണോ എന്ന് പറഞ്ഞു. അദ്ദേഹം അയ്യോ ധനേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ലളിത ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, പൊക്കി എടുക്കുന്നു. വാ ധനേട്ടാ, ഇവനോടൊന്ന് സംസാരിക്കണ്ട, വാന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയി വാതിലടച്ചു ഇവരെ പേടിച്ചിട്ടേ. അപ്പോൾ ഇവർ മുറിക്കകത്ത് കയറി വാതിലടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിധിയോട് അച്ഛൻ, നീ എന്നോട് ചോദിച്ചില്ലേ എന്തെങ്കിലും ചെയ്തുകൂടെ, ഇത്രയും ചെയ്താൽ മതിയോ എന്ന് ചോദിക്കാം. ഇനി അവരകത്ത് കിടക്കൂ, എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പം നിധി സുനന്ദയുടെ അടുത്തേക്ക് ചെന്നു. നിന്നെ സുഭാഷ് ചേട്ടനൊന്നും ചെയ്തിട്ടില്ല എന്ന് നിനക്കറിയാലോ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ? അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാൻ നിധി. അപ്പോൾ ഒക്കെ എൻ്റെ മാമനും അച്ഛനും കൂടെ ചെയ്തതാണെന്ന് സുനന്ദ പറയുമ്പം അത് നീ സ്റ്റേഷനിൽ വന്ന് പറയണമെന്ന് പറഞ്ഞു. എന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടും വിടില്ല നിധി എന്ന് പറയുമ്പോഴത്തേക്ക് എടി എന്നും പറഞ്ഞുകൊണ്ട് അകത്തെന്തേ ഒരു ഒച്ച. പിന്നെ ജനലടയ്ക്കുന്നു, ഭയങ്കര ബഹളത. അങ്ങനെ പോലീസുകാർ ഇവരെ 3-4 പേരെയും കൂടെ കൊണ്ടുപോയി അവിടെ ഇരുത്തിയിരിക്കുക. സുഭാഷാണെ പോലീസുകാരോട് താൻ തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പോലീസുകാരനോട് ഇവർ കാര്യങ്ങൾ പറയുമ്പോൾ പോലീസുകാരൻ ഇവരോട് അവർ കൊടുത്ത പരാതിയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആ പെണ്ണ് ഞങ്ങളുടെ വീട്ടിലാണ് കയറി വന്നത്, അവിടെ വെച്ച് ആദ്യം നല്ലുണ്ടായതെന്നൊക്കെ പറയാം. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അവരിങ്ങനെ ഇരിക്കുക. എന്നിട്ട് പിന്നെ SI അവരെ വിളിപ്പിച്ചു. ആ പെൺകുട്ടിയുടെ കല്യാണം വേറെ നിശ്ചയിച്ചതല്ലേന്നൊക്കെ SI ഇങ്ങനെ സുഭാഷിനോട് ചോദിക്കാം. പിന്നെ ആ പെങ്കൊച്ചിനെ വീട്ടിലേക്ക് വിളിച്ചൊരു തെറ്റായ രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ എന്തിനാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പ്രശ്നമായിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. ടാറ്റാ.